സമീപകാലത്തിറങ്ങിയ ലാലേട്ടൻ സിനിമകളിൽ ലാലേട്ടൻ എന്ന പെർഫോമറെ കാണാൻ സാധിച്ച ഒരു മികച്ച സിനിമയായിരിക്കും തുടരും. ആ ഒരു പഴയ ലാലേട്ടനെ, ആ ഒരു വിൻറ്റേജ് ലാലേട്ടനെ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും. കുടുംബ പ്രാരാബ്ദങ്ങളോട് മല്ലടിക്കുന്ന അല്പം റൊമാൻറ്റിക്കായ ഒരു കുടുംബസ്ഥനായ ഒരു പഴയ ലാലേട്ടനെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ലാലേട്ടനെ തുടരും സിനിമയിലൂടെ കാണാൻ കഴിയുമെന്നാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ്റെയും ഛായാഗ്രാഹകൻ്റെയും വാക്കുകളിൽ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് മലയാളം മൂവി ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡായ ന്യൂസുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമകളിലൊന്നാണ് തുടരും. വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം 2 സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്ന സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണിത് എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. സിനിമയുടെ ട്രെയിലറിന് നേരത്തെ തന്നെ വമ്പിച്ച സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ റിലീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. നർമ്മ മുഹൂർത്തങ്ങളും നിറയെ ഫാമിലി ഇമോഷൻസും ഒപ്പം അല്പം നിഗൂഢതയും ബാക്കി വെച്ചാണ് ട്രെയിലർ അവസാനിക്കുന്നത്. മോഹൻലാലിൻ്റെ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് ആയിരിക്കും തുടരും എന്ന സിനിമയിലേത് എന്നതാണ് ട്രെയിലർ നൽകുന്ന സൂചന. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്കു ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത്. 2009 റിലീസ് ചെയ്ത സാഗർ ഇലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചിരുന്നു എങ്കിലും പക്ഷേ മനോജ് കെ ജയൻ്റെ ജോഡിയായിട്ടാണ് ശോഭന അഭിനയിച്ചത്. മെയ്യിലായിരുന്നു തുടരും റിലീസിന് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രം ഏപ്രിലിൽ തന്നെ റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ ഛായാഗ്രഹകൻ ഷാജികുമാർ നൽകിയ ഒരു അഭിമുഖത്തിലും സിനിമയുടെ റിലീസ് ഡേറ്റിനെ പറ്റി പറയുന്നുണ്ട്. പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചപ്പോൾ ഏപ്രിലിലായിരിക്കും തുടരുമിൻ്റെ റിലീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിത്രം ഏപ്രിൽ 25-ന് പുറത്തിറങ്ങുമെന്നും എന്നാൽ ഇതിനെക്കുറിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല. സമീപകാലത്തിറങ്ങിയ സിനിമകളിൽ ലാലേട്ടൻ എന്ന പെർഫോമറെ ഏറ്റവും നന്നായി കാണാൻ പറ്റുന്ന സിനിമയാണ് തുടരും. ഒന്നും പറയാനില്ല, അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നാണ് സിനിമയെക്കുറിച്ച് സംഗീതനായ ജേക്സ് ബിജോയും പറഞ്ഞത്. ഏതായാലും തുടരും സിനിമയ്ക്ക് എല്ലാ ഭാവുകളും നേരുന്നുകൊണ്ട് നിർത്തുന്നു. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒന്നുകൂടി പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബൈ.